ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇന്നലെ വന്നു. സോ ഒട്ടും വൈകിക്കുന്നില്ല, ഞാൻ ഉടനെ പാസ്പോർട്ട് എടുക്കാൻ പോവാണ്. ഒന്ന് പോയി നോക്കാം. ബാ. എൻ്റെ പൊന്നെ, നടന്ന് നമ്മളങ്ങനെ സർവീസ് കാനഡയിലെത്തി. ഇപ്പോൾ നിൽക്കുന്നത് കാനഡയിലെ സർവീസ് കാനഡയുടെ മുമ്പിലാണ്. സിൻ നമ്പർ അപ്ലൈ ചെയ്യാനും നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ വരേണ്ട ഇവിടെയാണ്. പെട്ടെന്ന് കാര്യം നടക്കും. ഇവിടെ വലിയ ക്യൂ ആണ്. ഞാൻ അകത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. മുടിഞ്ഞ ക്യൂ ആണ്. വന്നു കഴിഞ്ഞാൽ 1, 2, 3 മണിക്കൂർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സിൻ നമ്പർ എടുക്കാൻ. പരിപാടി എളുപ്പമാണ്, പക്ഷെ നല്ല പാടാണ്. അപ്പോൾ അതായത് PR എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരേണ്ടത് ഇങ്ങോട്ടാണ്. ഞാൻ ഏതൊക്കെ ഈ സർക്കിളിലൊന്നും കയറി കളിക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ കാണും. നിങ്ങൾ ഇവിടെ എന്തൊരു അപ്പോയിൻമെന്റ് വേണമെങ്കിൽ ഇത് പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനാണ് ഈ സൈഡിൽ കാണുന്നത്. ഇങ്ങനെ സൈഡിൽ സിൻ നമ്പർ എടുക്കാനുള്ള ലൈന്. ഇവിടെ നമ്മൾ സിൻ നമ്പർ എടുക്കാൻ വരുന്ന സ്ഥലമാണ്. സോ നമുക്ക് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. ഇവിടെ തന്നെ വന്ന് നമുക്ക് പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും എടുക്കാം. പിള്ളേർക്കൊക്കെ എടുക്കാൻ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പുറത്ത് പോയി എടുത്താലും അവർ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, അങ്ങേ സൈഡിലാണ് സിൻ നമ്പർ എടുക്കാനുള്ള സർവീസ് കാനഡ. അതിന് മുമ്പേ എനിക്കിത് കിട്ടിയേ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നേരത്തെ വരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ വന്നു, സാധനം മേടിച്ചു. നമ്മളിനി ഇത് കീഴ്പ്പെടുത്തി നമ്മൾ പോവാണ്. അങ്ങനെ കനേഡിയൻ 3rd പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഫില്ലപ്പ് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ PR-ലാണ്, എന്നാലും അവർ സമ്മതിക്കത്തില്ല. സിറ്റിസൺ ആയ ഒരാൾ സൈൻ ചെയ്ത് തരണം.